ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ എവിടെയാണെന്നല്ലേ? ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ. ആക്ച്വലി എന്താ ഇവിടെ പരിപാടി എന്നല്ലേ, ഒരു സാധനം ഉണ്ടാക്കാൻ പോവാം, കാണിച്ചു തരാം കേട്ടോ. ഇന്ന് ക്യാപ്പൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം, വായോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ കിച്ചണിൽ വന്നിരിക്കുകയാണ്. എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നല്ലേ? ഞങ്ങൾ കേക്ക് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ദിവ്യ പിന്നെ ഡെയിലി ഇത് തന്നെ പണിയായതുകൊണ്ടിട്ട് അവൾ ചെയ്യുന്നുണ്ട്. എന്ത് കേക്കാണ് ദിവ്യ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മളെന്താ പ്ലം കേക്ക്. ക്രിസ്മസ് ആയതുകൊണ്ടിട്ട് അവൾക്ക് ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട്. ആർക്കെങ്കിലും കേക്ക് വേണമെങ്കിൽ ദിവ്യയുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം, അതിൽ വിളിച്ച് ഓർഡർ ചെയ്താൽ മതി. നോക്ക്, ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞു ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ വരുന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി ഗൈസ്. ഞാൻ പകുതി മിക്സിംഗ് ഒക്കെ ആക്കി വെച്ചേക്കാണ്. ഇനി ബാക്കിയുള്ള പരിപാടി നമുക്ക് ആരംഭിക്കാം. കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ജോലിയിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. എന്തെന്നല്ലേ, നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കണം. നോക്ക്, ഇവിടെ ഭരണിയിൽ കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു 1.5 മാസം മുന്നേ തന്നെ എല്ലാം സെറ്റാക്കി ദിവ്യ വെച്ചിരിക്കുക. നമുക്ക് ആദ്യം അതിന് വേണ്ടുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. നോക്ക് എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. നോക്ക്, ആദ്യം ഒരു തുണി കൊണ്ടിട്ടാണ്, പിന്നെ അതിനകത്തൊരു പ്ലാസ്റ്റിക് ഒരു കോട്ടിങ് ഇട്ടിട്ടുണ്ട് കണ്ടോ. ഒട്ടും കേടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള വേണ്ടുന്ന എല്ലാം ചെയ്തിട്ടുണ്ട് ദിവ്യ. പിന്നെ ഒരു തടിയുടെ ഒരു അടപ്പാണ് കേട്ടോ ഇത്. നമുക്കിപ്പോൾ ആവശ്യമുള്ളത് 750 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ദിവ്യയോട് നേരത്തെ തന്നെ പറഞ്ഞു, ഇത്തവണ കേക്ക് ഉണ്ടാക്കുമ്പോൾ എന്നെയും കൂടെ വിളിക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇതിനു മുന്നേ പണ്ടൊരു വട്ടം എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീടിനടുത്ത് റീന എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിയുടെ കൂടെ ഞാനൊരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി കൂടെ പോയി നിന്നിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ കുക്കറിൻ്റെ അകത്താണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഏലക്കാപ്പൊടി ഇതേപോലെ ഒത്തിരി ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്തിരി കൂടിപ്പോയി. എന്നോട് ഇവിടെ 750 എടുക്കാനാണ് പറഞ്ഞത്. ആക്ച്വലി അത് വന്നപ്പം 735, 750. കുഴപ്പമില്ല, കുറച്ച് കൂടിയാലും വലിയ പ്രശ്നമുണ്ട്. ഇരിക്കട്ടെ. ഷാർപ്പ് 750. എന്നിട്ട് നമുക്കത് ഭദ്രമായിട്ട് അത് അടച്ചു വെക്കാം. ഇനി ഇതിനകത്ത് പ്ലാസ്റ്റിക് വീണ്ടും ഇട്ട് തുണിയും കെട്ടി നമുക്ക് അത് ക്ലോസ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം കേട്ടോ. ഇനിയിപ്പം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യുവാണ്. ഓൾറെഡി ആ മിക്സ്ചർ അവൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ്, അതിൻ്റെ കൂടെ അവൾ കുറച്ച് കാഷ്യൂ വേറെ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് കാഷ്യൂ സെപ്പറേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആ ഭരണിക്കകത്ത് ഉണ്ടായിരുന്നില്ല. അത് വെച്ചിട്ട് ഇപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ആ ഒരു മിക്സിലേക്ക് ഇടുവാണ്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം അല്ലേ? അതെ, നന്നായിട്ട് മിക്സ് ചെയ്യണം. നോക്ക് ഗൈസ്, ഇട്ടിരുന്ന ആദ്യത്തെ ഇതിനേക്കാളും കൂടുതലാണ് തോന്നുന്നു ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. നമ്മളിത് എത്ര നേരം വെക്കേണ്ടി വരും? ബേക്കിംഗ് ടൈമോ? ബേക്കിംഗ് ടൈം അല്ല, ഇപ്പൊ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടൈം വേണ്ടി വരും? മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ തന്നെ നമുക്ക് വെക്കാൻ പറ്റും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി കുറച്ച് ഓയിലും കൂടി ഇടണം. ഓ, നോർമൽ ഓയിൽ ആയിരിക്കും അതോ ബട്ടർ അങ്ങനെ എന്തെങ്കിലും? സൺഫ്ലവർ ഓയിൽ. ബട്ടർ ഓൾറെഡി മിക്സ് ചെയ്തിട്ടുണ്ട്. ബട്ടർ ഓൾറെഡി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ് ആദ്യത്തെ അതിൻ്റെ അകത്ത്. പിന്നെ ഇനിയുള്ളത് ഇതിൻ്റെ അകത്ത് സൺഫ്ലവർ ഓയിൽ മിക്സ് ചെയ്യും. അതിന് ഇത്ര ക്വാണ്ടിറ്റി അങ്ങനെ വല്ലതും ഉണ്ടോ? ഇത് പക്ഷെ കുറച്ച് ബൾക്ക് ആയതുകൊണ്ട് അങ്ങനെ ക്വാണ്ടിറ്റി നോക്കിയിട്ട് കാര്യമില്ല. ഓ, ഇത് 1 കിലോ അല്ലല്ലോ. ഇത് നമ്മൾ എത്ര കേക്ക് ഉണ്ടാവും? ഇതിപ്പോ ഒരു 3.5 കിലോ ആണ്. 3.5 കിലോ ഗൈസ്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ഫ്രൂട്ട്സും ഹൈ ക്വാളിറ്റി ഇതാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഫ്രൂട്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ കടയിൽ നമ്മൾ വാങ്ങിക്കാൻ ചെന്ന് കഴിയുവാണെങ്കിൽ, ഇത് ഞാൻ പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് കാണും. അത് 4th ക്വാളിറ്റി വരെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. കാരണം നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ എന്തൊക്കെ സാധനം വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടിട്ട് ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഓയിലൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ബീറ്റർ വെച്ച് ഒരു 5 മിനിറ്റ്സ്, ഓൾമോസ്റ്റ് 5 മിനിറ്റ്സ് ബീറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ദേ നമ്മളുടെ കേക്കിൻ്റെ ട്രേയിലേക്ക് ദിവ്യ അത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടോ?
അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവളെ മറ്റേ ചെറി കട്ട് ചെയ്യാൻ സഹായിച്ചെന്ന് വെച്ചാൽ വലിയ സഹായമൊന്നും അല്ല ചെയ്യുന്നത് എനിക്കറിയാം. കാരണം ഇത് ഒരുപാട് അധ്വാനമുള്ള ജോലിയാണ് കേട്ടോ. കാണുമ്പം വളരെ സിമ്പിളായിട്ട് നമുക്കൊരു കേക്ക് തിന്നെന്ന് തോന്നുമെങ്കിലും നല്ല ആയാസമുള്ള പരിപാടി തന്നെയാണ് ഗൈസ്. വെറുതെ നിൽക്കണ്ടെന്ന് കരുതി ഞാൻ പണി കൊടുത്തത്. അതാണ് എന്താണെന്നറിയത്തില്ല, നിൽക്കുമ്പോൾ എനിക്ക് പണി തരുന്നത്. ഗൈസ് ഇതാണ് ദിവ്യയുടെ ഓവൻ. അത് ഓൺ ചെയ്യാൻ പോവാണ്. ഓൾമോസ്റ്റ് അറ്റ് എ ടൈം ഒരു 10 കേക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ടൈപ്പാണ്. ഇപ്പം അത് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുക. ഇതാണോ നല്ല ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എന്താല്ലേ ഇതൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. ഒരു 160 അല്ലേ? ഓക്കെ. പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പോൾ 160 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ കേക്ക് അതിനകത്തോട്ട് വെക്കാൻ പറ്റുന്നത്. ഗൈസ് അങ്ങനെ നമ്മുടെ 4 കേക്ക് ഉണ്ടാക്കാനുള്ളത് ട്രെയിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്തു. ഇപ്പോൾ ദിവ്യ ചെയ്യുന്ന അതിൻ്റെ ടോപ്പിങ്സ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടില്ലേ? ആൽമണ്ട് ഫ്ലേക്സ് ആണ്. ആൽമണ്ട് ഫ്ലേക്സ്. ഇപ്പോൾ ഇതിടുന്നത് ആൽമണ്ട് ഫ്ലേക്സ് ആണ് ഗൈസ്. അങ്ങനെ നമ്മളിത് 4 എണ്ണത്തിൽ എടുത്തില്ലേ? പിന്നെ ഓക്കെ. നമ്മൾ ആൽമണ്ട് മാത്രമേ ഇടുന്നുള്ളൂ അതോ വേറെ എന്തെങ്കിലും? അല്ല ഇടുന്നുണ്ട്. ആൽമണ്ട് ഇടുന്നുണ്ട്, കാഷ്നട്ട്സ് ഇടുന്നുണ്ട്, ചെറി ഇടുന്നുണ്ട്. അങ്ങനെ നമ്മൾ 3 ഐറ്റം ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. ആൽമണ്ട്സ് ഉണ്ട്, കാഷ്യൂ നട്ട്സ് ഉണ്ട്, ചെറി ഇടുന്നുണ്ട്. ആ ചെറിയാണ് ഞാൻ കട്ട് ചെയ്തതെന്ന് പറഞ്ഞ കേസ്. അവൾ ഇത്രയും ചെയ്തിട്ട് ഞാൻ ആകെ ചെയ്തത് അത് മാത്രമാണ് കേട്ടോ. കണ്ടോ? ആൽമണ്ടൊന്നും സാധാരണ ആരും ഇടാറില്ല. കാരണം കോസ്റ്റാണ് പ്രശ്നം. ഓ, ഇതിന് ഭയങ്കര വിലയാ? ആൽമണ്ടിന് വില കൂടുതലാണ്. ഓ, കാഷ്യൂ നട്ട്സിനും നല്ല വിലയുണ്ട്. ഇനി കാഷ്യൂ നട്ട്സ്. ഇപ്പം നമുക്ക് കാഷ്യൂ നട്ട്സ് ആണ് ഇത് ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അതും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നമ്മൾ ഇത് ചെറിയ എടുത്തിടാൻ പോകുന്നു. ഇത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് ഭയങ്കര ടാസ്ക് ആണ് അല്ലേ? അതെ. കാരണം ഇത് ഭയങ്കര സ്റ്റിക്കി ആയിരിക്കുമല്ലോ പാത്രത്തിലൊക്കെ. നമ്മൾ ആ ബാറ്ററും കാര്യങ്ങളും എല്ലാം ഭയങ്കര സ്റ്റിക്കി ആയിട്ട് എനിക്ക് തോന്നുന്നത്. ചോക്ലേറ്റും അതും ഇതൊക്കെ അല്ലേ ഇതിനകത്ത്? ഗൈസ് അങ്ങനെ നമ്മുടെ റിച്ച് പ്ലം കേക്കിൻ്റെ എല്ലാം നമ്മൾ ട്രെയിൽ സെറ്റ് ചെയ്തു. ഇനി ഇതിനകത്ത് വല്ല നമ്മൾ ഇടാനുണ്ടോ? ഇനി ടോപ്പിംഗ്സ് ഒന്നും ഇടാനില്ല. ഇനി 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആയി വരുമ്പോഴേക്കും നമുക്ക് കേക്ക് എടുത്ത് വയ്ക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ഓവൻ സെറ്റായി. കറക്റ്റ് 10 മിനിറ്റ്സ്. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുക. നോക്കി, ഇത് കിച്ചണിൽ തന്നെ നല്ല ഹൈറ്റിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നന്നായിട്ട് ചെയ്തിട്ടുണ്ടത്. അങ്ങനെ അത് ക്ലോസ് ചെയ്തു. എത്ര ടൈം വേണ്ടി വരുടാ? ഇത് ശരിക്കും പറഞ്ഞാൽ 1 കിലോയ്ക്കാണെങ്കിൽ 1.5 മണിക്കൂർ വേണം. പക്ഷെ ഇതിനകത്ത് ഒരു 1/2 കിലോ ഇരിക്കുന്നതുകൊണ്ട് നേരത്തെ ബേക്ക് ചെയ്തെടുക്കാന്ന് വിചാരിച്ചിട്ട് ഒരു 50 മിനിറ്റ്സ് വെക്കാൻ. ഓക്കെ. അപ്പോൾ അത് മാത്രം നമ്മൾ എടുക്കും. അതെ. ഓക്കെ. ആദ്യം നമ്മൾ 50 മിനിറ്റ്സിലേക്കാണ് വെക്കുന്നത്. കാരണം അതിനകത്ത് ഒരു കേക്ക് 1/2 kg ആയതുകൊണ്ടിട്ട് അത് നേരത്തെ എടുക്കണമല്ലോ. 50 മിനിറ്റ്സിൽ നമ്മൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് കുത്തി നോക്കും. 50 മിനിറ്റ്സ് കഴിയുമ്പോൾ കുത്തി നോക്കിയിട്ട് ബേക്ക് ആയില്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സോ 10 മിനിറ്റ്സോ എക്സ്ട്രാ വെക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ കണ്ടോ ഒരുത്തിക്ക് ഈ മരുന്ന് കുടിക്കാൻ മടി കണ്ടോ? ഏറ്റവും ടഫായിട്ടുള്ള ജോലി എന്ന് പറയുന്നത് ഈ മരുന്ന് കുടിക്കുന്നതാണ്. എനിക്ക് പറ്റത്തില്ല. ടാബ്ലറ്റ് ആണെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും കഴിക്കും. പക്ഷേ ഈ മരുന്ന് ഒരു രക്ഷയില്ല. ഞാനിവിടെ വന്നിട്ട് നിർബന്ധിച്ച് പിടിപ്പിച്ച് കുടിപ്പിക്കുന്നത്. എന്നെ കളിയാക്കരുത്. ഞാനിങ്ങനെയാണ്. നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടോ? ഇങ്ങനെ മരുന്ന് കുടിക്കാൻ പറഞ്ഞാൽ കുടിക്കാതെ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന സ്വഭാവം? ഗൈസ് അങ്ങനെ നമ്മുടെ കേക്കെല്ലാം ബേക്കായി കഴിഞ്ഞു. അതിൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മറ്റേ ആ ചെറിയ ഒരു 1/2 kg കേക്കില്ലേ അത് എടുത്തായിരുന്നു. ഇപ്പം ദിവ്യ അത് ബേക്കായി ഒന്ന് ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. കണ്ടില്ല ആ സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി നോക്കുന്നത്.
ഓക്കെ ആണോ? റെഡി. ആ അപ്പോൾ നമ്മുടെ കേക്ക് ആയിരിക്കുന്നു ഗൈസ്. നമ്മളതിപ്പോൾ എടുക്കാൻ പോവാം കേട്ടോ. ആൾക്കാർ നോക്കുമ്പോൾ വെച്ചപ്പം 4 കേക്ക്, തിരിച്ചെടുത്തപ്പോൾ 3 കേക്ക്. അല്ല, 1/2 കിലോയുടെ കേക്ക് ഞാൻ നേരത്തെ എടുത്തായിരുന്നു. അതുകൊണ്ടിട്ടാണ് കേട്ടോ. എന്നാന്ന് വെച്ചാലേ 1/2 കിലോ ആയി, നേരത്തെ ബുക്കായിരുന്നു. ഗൈസ്, ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇവള് എന്നോട് പറഞ്ഞു ഒരു സ്മെല്ല് വരും, നല്ല സ്മെല്ലായിരിക്കും എന്ന്. ശരിക്കും ഗൈസ്, ഈ ഫ്ലാറ്റിലിരിക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയാണ്. നല്ല ഗീയുടെ ഒക്കെ, ബട്ടറാണോ ഗീ ആണ് എന്താണോ എനിക്ക്, ആ ബട്ടറിൻ്റെ ഒക്കെ നല്ല സ്മെല്ലാണ് കേട്ടോ. വീട് ഫുൾ അതിൻ്റെ മണമാണ്. ഗൈസ്, ഇതുണ്ടല്ലോ ദിവ്യയുടെ വീട്ടിലെ ബാൽക്കണിയാണേ. ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച കണ്ടോ? ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രെയിൻ എന്നാണ് ദിവ്യ എന്നോട് പറഞ്ഞത്. ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കാൻ സാവകാശം കിട്ടിയില്ല. ഷിപ്പൊക്കെ കിടക്കുന്നുണ്ടോ ഗൈസ്? എന്തല്ലേ, എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കും ഈവനിങ് ഒക്കെ ഇവിടെ. കണ്ടോ എന്ത് രസം നോക്ക്, ബാൽക്കണിയിൽ നിന്ന് കാണുന്നത് തന്നെ ഇതാ ഗൈസ്. അങ്ങനെ നമ്മൾ ഇപ്പം ഉണ്ടാക്കിയ കേക്കല്ല കട്ട് ചെയ്യുന്നത്, നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു കേക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം അത് എടുക്കാറായിട്ടില്ല. അതിൻ്റെ അകത്ത് കുറച്ച് അറ്റകുറ്റപ്പണികളും കൂടി അവൾക്ക് ചെയ്യാനുണ്ട്. എന്തോ അവളുടെ ട്രേഡ് സീക്രട്ട് ഉണ്ടെന്നാണ് അവൾ പറഞ്ഞത്. പിന്നെ ഞാനത് ചോദിക്കാൻ നിന്നില്ല. അപ്പം നേരത്തെ ബേക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു കേക്കിൻ്റെ ഒരു പീസാണ് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതാണ്. സൂപ്പറാണ്. ഞാനിവിടെ ഉണ്ടാക്കിയതുകൊണ്ടല്ല, ഇത് ആ കേക്കല്ല, പക്ഷേ ഒന്നും പറയാനില്ല, അടിപൊളി കേക്ക്. വേണ്ടവരെല്ലാവരും വിളിച്ചോളൂ. നമ്മുടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ കേക്കാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു കേക്കാണ്. ആവശ്യമുള്ള ആൾക്കാർ വിളിച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി തരും. എറണാകുളത്താണ് കേട്ടോ ഇത് സപ്ലൈ ചെയ്യുന്നത്. എറണാകുളത്തിന് പുറത്തേക്ക് ചെയ്യാൻ പാടായിരിക്കും. വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. അപ്പോൾ ഗൈസ്, കേക്കൊക്കെ തിന്ന് വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.